ഹലോ കൂട്ടുകാരെ, ഇപ്പം മാമ്പഴക്കാലമാണല്ലോ. അപ്പം മാമ്പഴ സിറപ്പ് എങ്ങനെ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പഴുത്ത 5 മാങ്ങ എടുത്തിരിക്കുന്നത്. കൂടുതലുള്ളവർക്ക് കൂടുതൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ആ പഴുത്ത മാങ്ങയുടെ തോല് നല്ലപോലെ ചെത്തിക്കളയണം. തോല് നല്ലപോലെ ചെത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കണം. മാമ്പഴമെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തത് ഒരു പാത്രത്തിലേക്കിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. മാമ്പഴത്തിൻ്റെ അളവനുസരിച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ ഒഴിക്കാം. ഇങ്ങനെ ചെയ്താലും മാമ്പഴം ഇല്ലാത്ത സമയത്ത് ഈ മാമ്പഴത്തിൻ്റെ സിറപ്പ് എടുത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. മാമ്പഴം വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണം, എന്നാലാണ് കുറേ നാൾ ഇരിക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. ഈ അരിഞ്ഞ് പീസാക്കി എടുത്ത മാമ്പഴം എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കിട്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതിനനുസരിച്ച് പഞ്ചസാര ഞാനൊരു 3 സ്പൂണൊക്കെ പഞ്ചസാര ഇട്ടുള്ളൂ. കൂടുതൽ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ഇടാം. പഞ്ചസാരയും വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കണം. ഒരു 5-10 മിനിറ്റ് വേവിച്ചാൽ മതി. തിളച്ച് ഒരുവിധം മാമ്പഴം എല്ലാം കൂടെ വെന്തെന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മാമ്പഴം ഇല്ലാത്ത സമയത്തും എല്ലാം ജ്യൂസ് അടിച്ച് കുടിക്കാം. നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഒരു മിക്സിയുടെ ബൗളിലേക്ക് കുറേശ്ശെ ഇട്ട് അടിച്ചെടുക്കണം. 2-3 പ്രാവശ്യമായിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റാക്കി എടുക്കും. ഇതൊരു ഗ്ലാസ് ഭരണിയിലേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ഭരണിയിലേക്ക് ഒഴിച്ച് തണുക്കുമ്പോൾ അടച്ച് സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കണം. ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചാൽ മതി. ആവശ്യത്തിന് ഇതെടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ കൂട്ടി ജ്യൂസാക്കി ഉപയോഗിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. താങ്ക് യു. ഇത് ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്. ഓക്കെ.